നാട്ടിൽ വന്നതിന് ശേഷം കൊല്ലത്തെ വീട്ടിൽ ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അയ്യോ ഞങ്ങളുടെ സ്വർഗ്ഗരാജ്യം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അമ്മയും എൻ്റെ ബ്രദറും മാത്രമാണ് ഞങ്ങളുടേതായ ഒരു ലോകം. അയ്യോ എന്ത് സന്തോഷമായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഓടി ഞാൻ എൻ്റെ റൂമിലേക്കായിരുന്നു കേട്ടോ പോയത്. എത്ര ഓർമ്മകൾ ഇറങ്ങുന്ന റൂമാണല്ലേ. പഴയ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും പഴയ കൂട്ടുകാരെയും ഒക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴത്തേക്ക് എന്നെ അമ്മ വിളിച്ച് ചായ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ ഒരു ചൂട് ചായയിൽ നിന്ന് തന്നെ തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ ആങ്ങളെയും അതേപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ മോനും കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അതൊരു 5-6 ദിവസത്തേക്ക്. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ അമ്മ അണ്ണാൻകുഞ്ഞിന് കേക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും ഫോൺ വിളിക്കുമ്പം ഏട്ടൻ പറയാറുണ്ട് അമ്മയ്ക്കിവിടെ കുറേ കൂട്ടുകാരുണ്ടെന്ന്. വേറെ ആരുമല്ല, പട്ടിയും പൂച്ചയും അണ്ണാനും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ അമ്മയുടെ അനുവാദവും വാങ്ങിച്ചിട്ട് ഞാനും അമ്മയും കൂടെ അയ്യത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് നോക്കിയാൽ ഒരു ഫ്രെയിമിൽ തന്നെ മരംകുത്തിയും മൈനയും കരിയിലക്കിളിയും അങ്ങനെ എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പണ്ട് ഞാനും അമ്മയും കൂടെ നട്ടൊരു മാവാണ് കേട്ടോ ഇത്. അത് നിറയെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയണം നമുക്ക് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം അച്ചാറിടാന്നുള്ളത്. ഞാൻ അമ്മയെടുക്കാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അച്ചാറെല്ലാം ഇപ്പോഴേ പ്ലാൻ ചെയ്യേണ്ട, അതൊക്കെ പിന്നുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു. അതായത് കണ്ടോ അമ്മയെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അമ്മയ്ക്ക് ഹെൽത്ത് വൈസ് ഒട്ടും ശരിയല്ല, എന്നിട്ടും അമ്മയുടേതായ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം നിറച്ച് പൂത്ത് കാഴ്ചയൊക്കെ നിൽപ്പുണ്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ളൊരു പേരമരമാണ്. എന്താണോ എന്തോ ഇതുവരെ കാഴ്ചിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത്. ഇത് എല്ലാവരെയും പോലെ തന്നെ നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന തൊട്ടാരൊക്കെ അതും പിച്ചി പറിച്ച് തിന്നുകൊണ്ട് പോയപ്പോഴാണ് അമ്മ പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ടാങ്കിൽ ഒരു പട്ടി പെറ്റിട്ടുണ്ട്, നമുക്ക് കുഞ്ഞിനെ പോയി കാണാം. അങ്ങനെ ഞാനും അമ്മയും കൂടെ പട്ടിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. ഇതാണ് അമ്പലക്കുളം, മൈനാപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളമാണ് കേട്ടോ. അമ്പലക്കുളം നമ്മുടെ വീടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് അമ്പലക്കുളം നമ്മുടെ വീടും തമ്മിൽ ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മുടെ വീട്ടിലാണ് കേട്ടോ അത് അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫുഡൊക്കെ അമ്പലക്കുളത്ത് വെച്ചിട്ടാണല്ലോ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഫുഡൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ മാമനൊക്കെ ആയിരിക്കും ചെണ്ട കൊട്ടാനൊക്കെ പോകുന്നത്. അതൊക്കെ ഒരു മെമ്മറിയാണ് പണ്ട് കാലത്തെ. അങ്ങനെ അമ്മ എന്നെ ദോശ ഇടാൻ വിളിച്ചു. അങ്ങനെ ഞാൻ ദോശ ഇടാൻ വേണ്ടി പോയതാണ്. ഒരു ദോശ ഇട്ടപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വേണ്ട നീ പൊക്കോ, നീ കുറേ നാൾക്ക് ശേഷമല്ലേ വീട്ടിലോട്ട് വരുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തന്നെ ദോശ ചുട്ട് സാമ്പാറുണ്ടാക്കി വടയുണ്ടാക്കി എല്ലാം പാവപ്പെട്ട അമ്മ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ കഴിക്കാൻ പോയിരുന്നു. അങ്ങനെ വടയും സാമ്പാറും ദോശയും എല്ലാം റെഡിയായി. ഞാൻ മാത്രമല്ല കഴിക്കാനുള്ളത്, അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അമ്മയുടെ കൂടെ എപ്പോഴും പുറകെ നടക്കുന്ന ഒരു കിങ്ങിണിക്കോഴി ഉണ്ട് കേട്ടോ. ആ കിങ്ങിണിക്കോഴീനെയും കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഞാനും കോഴിയും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഇനിയുള്ള എല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.